ഇന്നലെ അതായത് മാർച്ച് 29, 2026 നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരത്തിന്റെ ഹൈലൈറ്റുകൾ പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ സ്കോർ ചേസ് ചെയ്ത് മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന് വിജയം നേടി. ഇതിന്റെ പ്രധാന പ്രകടനങ്ങൾ: റിയാൻ റിക്കൽട്ടൺ 81 റൺസ് നേടി. 43 പന്തുകളിൽ നിന്നാണ് റിയാൻ 81 റൺസ് നേടിയത്. രോഹിത് ശർമ്മ 78 റൺസുകൾ നേടി. 38 പന്തുകളിൽ നിന്ന് 78 റൺസുകൾ നേടി. ബൗളിംഗ് ആകട്ടെ ഷാർദുൽ താക്കൂർ 3 വിക്കറ്റ് നേടിയിരുന്നു. മത്സരം എങ്ങനെയായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം ബാറ്റ് ചെയ്ത് വലിയ ടോട്ടൽ, അതായത് 223 റൺസ് 220+ നേടി. പക്ഷേ MI തുടക്കം മുതൽ ആക്രമണാത്മകമായി കളിച്ച് 19.1 ഓവറിൽ തന്നെ ചേസ് ചെയ്തു. ഇത് IPL 2026 ഏറ്റവും ത്രില്ലിംഗ് ചേസുകളിൽ ഒന്നാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്നിങ്സ് ഏകദേശം 220+ ആണ്. പവർ പ്ലേ 1-6 ഓവേഴ്സ്. ആദ്യത്തെ ഓവറിൽ തന്നെ 8 റൺസുകൾ അടിച്ചെടുത്തു. രണ്ടാമത്തെ ഓവറിലാവട്ടെ 10 റൺസോടെ കൂട്ടി 18 റൺസുകൾ അടിച്ചു. മൂന്നാമത്തെ ഓവറിലായപ്പോൾ 32 റൺസിലേക്ക് എത്താൻ കഴിഞ്ഞു. നാലാമത്തെ ഓവറിൽ 45 റൺസും 5-ാമത്തെ ഓവറിൽ 58 റൺസും എടുത്തു. 6-ാമത്തെ ഓവറിൽ തന്നെ അവർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസുകൾ എടുത്തിരുന്നു. ഇനി മിഡിൽ ഓവറുകളിലാകട്ടെ, മിഡിൽ ഓവറുകളിൽ 7-15 റൺസ് 7-15 ഓവറുകൾ, ഇതാണ് മിഡിൽ ഓവേഴ്സ് എന്ന് പറയുന്നത്. 10 ഓവർ ആയപ്പോഴേക്കും 110 റൺസ് അടിച്ച് എടുത്തിരുന്നു, അതായത് 2 വിക്കറ്റ് നഷ്ടത്തിൽ. 12-ാമത്തെ ഓവർ ആയപ്പോൾ 3-ാമത്തെ വിക്കറ്റ് വീണു, 135 റൺസ് നേടിയിരുന്നു. 15 ഓവറിൽ 170, 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് അടിച്ചെടുത്തിരുന്നു. അടുത്ത ഡെത്ത് ഓവേഴ്സിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 16 മുതൽ 20 വരെയുള്ള 17-ാമത്തെ ഓവറിൽ 185-ന് 4 എന്ന നിലയിലായിരുന്നു. 18 ഓവർ ആയപ്പോൾ 200 റൺസിൽ എത്തിയിരുന്നു, 5 വിക്കറ്റ് വീണു. 19-ാമത്തെ ഓവറിൽ 212 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തിരുന്നു. 20-ാമത്തെ ഓവറിൽ 223, അതായത് 6 വിക്കറ്റിൽ തന്നെ 223 റൺസുകൾ എടുത്തു. ഫൈനൽ സ്കോർ എന്ന് പറയുന്നത് 223-ന് 6 ആയിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ചേസ് 227 ടാർഗറ്റ്. പവർ പ്ലേ 1 മുതൽ 6 വരെയുള്ള ഓവേഴ്സ്. ആദ്യത്തെ ഓവറിൽ 12 റൺസും രണ്ടാമത്തെ ഓവറിൽ 25 റൺസും, അതായത് 3 ഓവർ ആയപ്പോൾ അവർ 42 റൺസ് എടുത്തു. 4-ാമത്തെ ഓവറും 5-ാമത്തെ ഓവറും 6-ാമത്തെ ഓവറും കഴിഞ്ഞപ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ 90 റൺസുകൾ അവർ നേടിയിരുന്നു. രോഹിത് ശർമ്മയും റിക്കൽട്ടൺ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് എന്ന് പറയാം. രോഹിത് ശർമ്മയും റിക്കൽട്ടനും കൂടെ ചേർന്ന് എക്സ്പ്ലോസീവ് സ്റ്റാർട്ടായിരുന്നു. മിഡിൽ ഓവേഴ്സ് 7-15 ഓവറുകളിൽ, അതായത് 10-ാമത്തെ ഓവർ എത്തിയപ്പോൾ 135 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. 12 ഓവർ ആയപ്പോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 160 റൺസായി 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു. 15-ാമത്തെ ഓവർ 185-ന് 4 എന്ന നിലയിലായിരുന്നു. ഇനി അടുത്ത ഓവർ വരികയാണ് 16 മുതൽ 20 വരെയുള്ള ഓവറുകൾ. 17-ാമത്തെ ഓവറിൽ 205-ന് 4 എന്ന നിലയിലെത്തി. 18-ാമത്തെ ഓവറിൽ 215-ന് 4 എന്നുള്ള നിലയിലായിരുന്നു. 19-ാമത്തെ ഓവർ ആയപ്പോൾ 222-ന് 4. 19.1 ഓവറിൽ 224 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇതൊരു സാധാരണ മത്സരമല്ല. ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഒരു ഫയർ നൈറ്റ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങി ശക്തമായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 70 റൺസ്. മിഡിൽ ഓവേഴ്സ് പാർട്ണർഷിപ്പ് പ്രഷർ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു. അവസാന ഓവറുകളിൽ ബൗണ്ടറീസിന്റെ മഴയായിരുന്നു. സ്കോർ 223, ടാർഗറ്റ് 224. ഇമ്പോസിബിൾ എന്ന് പലരും വിചാരിച്ചു. പക്ഷേ ക്രീസിലേക്ക് എത്തുന്നത് രോഹിത് ശർമ്മ. അദ്ദേഹത്തിന്റെ ബാറ്റ് സംസാരിക്കാൻ തുടങ്ങി.